നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനാസ് അമേസിംഗ് വേൾഡ്. ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. ഇന്നലെ അമ്പലത്തിലെ കൊടിയേറ്റായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു 5:30 ആയപ്പോൾ എഴുന്നേറ്റിട്ടാ. അപ്പോൾ എൻ്റെ കൂടെ കുഞ്ഞിയുണ്ട്. അപ്പോൾ 6 മണിയായി. ഞാനിപ്പം താഴേക്ക് പോകാൻ പോവാണ്. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ അവളും നേരത്തെ എഴുന്നേറ്റ് താഴോട്ട് എൻ്റെ കൂടെ വരാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അവൾക്ക് ഫുഡ് രാവിലെ വേണം, അതിന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ താഴെ വന്ന് ആദ്യം അവിടുത്തെ ലൈറ്റെല്ലാം ഒന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് അവൾക്ക് കുഞ്ഞിക്ക് ഫുഡും കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ വന്ന് തൂക്കാനായിട്ട് വന്നത്. കാരണം ഇന്ന് രാവിലെ തൊട്ടേ ഇങ്ങനെ ആൾ വരുമല്ലോ. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ അങ്ങ് തൂത്ത് എല്ലാം വൃത്തിയാക്കിയിടാം. പിന്നെ അതുപോലെ കൊടിയേറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് തൂക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ഇത് നേരത്തെ ഇറങ്ങി തൂക്കാനായിട്ട് ഇറങ്ങിയാണ്. അല്ലെങ്കിൽ ഞാൻ പതിവ് ഇങ്ങനെ രാവിലെ ഒന്ന് ഇറങ്ങി തൂക്കുന്നതല്ല. പിന്നെ കുഞ്ഞി എൻ്റെ കൂടെ ഉണ്ട്. അവൾ ആഹാരവും കഴിച്ചതിന് ശേഷം വന്ന് അവിടെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് രാവിലത്തെ ആ ഒരു കാഴ്ച കേട്ടോ. ഭയങ്കര ഒരു സുഖമാണ് ഇതൊക്കെ കാണുമ്പോൾ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ ഉത്സവം അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ രാവിലെ ഞാൻ വിചാരിച്ചു ഇനി എന്ത് ചെയ്യും. രാവിലെ ഇപ്പം അച്ഛനൊക്കെ കിടന്ന് ഉറങ്ങുന്നേ ഉള്ളൂ. വിനോദനാണെങ്കിൽ വീട്ടിലില്ല. അപ്പോൾ പിന്നെ രാവിലെ ചായ ഇട്ടാലും ആരുമില്ല ചായ കുടിക്കാനൊന്നും. അന്നേരം ഞാൻ അവിടെ ഇങ്ങനെ മുറ്റത്തൂടെയൊക്കെ നടന്നപ്പോൾ പിന്നെ അപ്പുറത്ത് അക്കായൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. അമ്പലത്തിലെ കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ വിചാരിച്ചെന്നാൽ ചെടി നടാം. ഒരു 7 മണി 7:30 വരെയൊക്കെ തള്ളി നീക്കി കളയട്ടെ. അപ്പോൾ എന്തായാലും വെറുതെ സമയം കളയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് ചെടി നടാനുണ്ടായിരുന്നു. എനിക്ക് ഓൺലൈനിൽ കുറച്ച് ചെടി വന്നിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ നേരത്തെ മേടിച്ചതായിരുന്നു. പക്ഷേ അത് എല്ലാം പോയി. എനിക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അത് എല്ലാം നശിച്ചാണ് വന്നത്. അപ്പോൾ ഞാൻ പിന്നെ അവരെനിക്കതിന് പകരം വേറെ അയച്ചു തന്നു. അപ്പോൾ വിനോദനത്തേക്കാണ് വന്നത് കേട്ടോ. വിനോദൻ കുംഭമേളയ്ക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പം ഒരു 3 ദിവസം എടുത്തു പോയിട്ട് തിരിച്ച് വരാനായിട്ട്. പിന്നെ വിനോദൻ ഉറങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത്. അപ്പം പോയി കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. കുളിച്ചേച്ചൊന്ന് കിടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോയപ്പോൾ ഉടനെ ചായയൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എൻ്റെ ജോലി തീർക്കാം. എന്തായാലും വിനോദന് ഉടനെ ചായ വേണ്ടല്ലോ. അച്ഛനാണെങ്കിലും 7:30 കഴിഞ്ഞൊക്കെ മതി ചായ. അപ്പോൾ ഞാൻ പിന്നെ ബാക്കി ചെടികളെല്ലാം നട്ടേട്ടാ. ഇത് ഞാൻ പിന്നെ മീഷോയിൽ നിന്നാണെന്ന് തോന്നിയിട്ട്, അത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണെന്ന് അറിയത്തില്ല, വിത്ത് മേടിച്ചതാണ്. അതെല്ലാം നട്ട് അതിപ്പം നല്ലൊരു ചെടിയായി. അതിനകത്ത് വയലറ്റ് കളറിലെ പൂവാണ് വരുന്നതായിട്ട്. അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ നല്ല രസമുണ്ട് അതിൻ്റെ പൂ കാണാനായിട്ട്. അപ്പോൾ അത് ഞാൻ നന്നായി അതിൻ്റെ ആ പോട്ടിലൊക്കെ പെയിൻ്റ് അടിച്ചതിന് ശേഷം ഞാൻ പിന്നെ കാണിക്കാവേ. പിന്നെ ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് മേടിച്ചൊരു പോട്ടിംഗ് മിക്സാണ്. പക്ഷേ എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ നേരത്തെയൊക്കെ മേടിച്ചിരുന്നത് നല്ല പോട്ടിംഗ് മിക്സായിരുന്നു. പക്ഷേ ഇതെനിക്ക് അത്ര അങ്ങോട്ടൊരു കണ്ടിട്ട് ഞാനത് എടുത്തൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്നും അതിനകത്ത് കാണുന്നില്ല കേട്ടോ. എന്തെങ്കിലും അതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ടോ, മണ്ണ് മാത്രമായിട്ട് തോന്നി. പിന്നെ ഇവരിത് കണ്ട നല്ല റൂട്ട്സ്, നന്നായിട്ട് റൂട്ട്സ് ഉള്ളതാണ് എനിക്ക് അയച്ചു തന്നത്. J4U എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ യൂട്യൂബ് ചാനൽ കേട്ടോ. അവർ ഒത്തിരി നല്ല രസമാണ് ആ ചെടി, അവരുടെ വീട്ടിലുള്ള ചെടികളൊക്കെ കാണാനായിട്ട്. അപ്പം എനിക്ക് ഈ അയച്ചു തന്ന എല്ലാ ചെടിയിലും നല്ല റൂട്ട്സാണ്, ഭയങ്കരമായിട്ട് റൂട്ട്സ് ഉള്ളത്. ആദ്യത്തെ എനിക്ക് കുറച്ച് ഇതായി പോയി കേട്ടോ. അതെന്തോ പറ്റിയതാണെന്നറിയില്ല. എന്തായാലും ഇപ്രാവശ്യം എനിക്ക് കിട്ടിയത് ആ ചെടി 5 എണ്ണം ഉണ്ടായിരുന്നു. 5ഉം നല്ല ചെടികളായിരുന്നു കേട്ടോ. എല്ലാത്തിനും നല്ല റൂട്ട്സും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് 2 എണ്ണത്തിനുള്ള പോട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അത് 2ഉം കൂടെ ഒരെണ്ണത്തിലോട്ട് തൽക്കാലം ഒന്നെടുത്ത് നട്ട് അങ്ങ് വെച്ചു. കാരണം ആ കവറിൽ നിന്ന് അങ്ങ് മാറ്റാമെന്ന് വെച്ചിട്ടേ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ എല്ലുപൊടി ഇട്ട് കൊടുക്കുകയാണ് എല്ലാത്തിനും. ബൊഗൈൻവില്ലയ്ക്ക് എല്ലാം ഇടയ്ക്കൊരു ഒരു ടേബിൾ സ്പൂൺ എന്ന കണക്കിന് എല്ലാത്തിനും ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. കാരണം അത് കുറച്ച് ദിവസമായി അതിന് വളം കൊടുത്തിട്ട്. കാരണം കഞ്ഞിവെള്ളമാണ് ഞാൻ കൂടുതലും കൊടുക്കുന്നത്. കഞ്ഞിവെള്ളം പുളിപ്പിച്ച് അതിനകത്ത് ശർക്കരയും തേയിലയും ഒക്കെ ഇട്ടാണ് പുളിപ്പിച്ച് ഞാൻ ഇതിനെല്ലാത്തിനും ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് എല്ലുപൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതാണ് ഇന്ന് രാവിലെ ഞാൻ എല്ലാം നട്ടെടുത്തത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ കുളിച്ച് അമ്പലത്തിലേക്ക് പോയത്. ഞാൻ അമ്പലത്തിൽ പോയി തൊഴുതിറങ്ങി ഇങ്ങോട്ട് വന്നപ്പോൾ വിനോദൻ കടയിലേക്ക് പോകാനായിട്ട് നിൽക്കുമായിരുന്നേ. പിന്നെ വിനോദൻ കുറിയൊക്കെ തൊട്ട് കൊടുത്തു. ഞാൻ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ചേച്ചി വന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ ഒരുമിച്ച് അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് തിരിച്ച് വന്നാൽ. പിന്നെ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് അവിടെ ഊണുണ്ട്.
സദ്യയുണ്ട്. അപ്പോൾ പോയാൽ മതി. ഇപ്പം അവിടെ പോയി തൊഴുതു. അവിടെ ഓരോ എന്തൊക്കെ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് വന്നതിന് ശേഷം ഞാൻ പിന്നെ കാപ്പിയൊക്കെ കുടിച്ചു. പിന്നെയാണ് ഞാൻ മുറ്റത്തോട്ട് പിന്നെ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതൽ ജോലികളൊന്നുമില്ല. ചേച്ചിക്കാണെങ്കിലും വലിയ പണികളൊന്നുമില്ല. കാരണം ഉച്ചയ്ക്ക് അമ്പലത്തിൽ പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ പിന്നെ അന്നേരം അടുക്കളയിൽ അധികം ഒന്നും ചെയ്യില്ല. എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ചെയ്യുള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷമേ പിന്നെ കാര്യമായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം ഡ്രസ്സ് മാറണ്ട, ഉച്ചയ്ക്ക് പോകണമല്ലോ. അപ്പോൾ അത് കാരണം അത് ഉടുത്തോണ്ട് തന്നെ അങ്ങ് നിന്നു ഞാൻ. പിന്നെ അന്നേരം വൈകുന്നേരം പിന്നെ ചെയ്യാനുള്ള എല്ലാം ഒന്ന് എടുത്ത് ഞാൻ അടുപ്പിച്ചൊക്കെ വെക്കുകയാണ്. കാരണം വന്നിട്ട് പിന്നെ പെട്ടെന്ന് ചെയ്യാം എന്നുള്ള ധാരണയിലാണ്. പക്ഷെ ഒരു കാര്യം നടന്നില്ല കേട്ടോ. ഞാൻ മുൻകൂട്ടി എന്തെല്ലാം ഞാൻ ചെയ്യാനായിട്ട് എടുത്തു വെക്കും അതൊക്കെ അതുപോലെ തന്നെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഒരു കാര്യം നടക്കത്തില്ല. പിന്നെ ഇന്ന് രാവിലെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്. ഇന്നലെ അമ്പലത്തിൽ നിന്ന് വന്നതിന് ശേഷം എല്ലാം എടുത്ത് ഞാൻ മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ചു. വന്നു കഴിഞ്ഞ് ഊണ് കഴിഞ്ഞ് ഇച്ചിരി ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം പെയിൻ്റ് അടിക്കണം. പോട്ട് കുറേ ഉണ്ട് പെയിൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതെല്ലാം പെയിൻറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് കുറേ എടുത്ത് വെച്ചു. പിന്നെ ഹാങ്ങിങ് പോട്ടിന് ഇന്നിപ്പം നിറച്ചതിനെല്ലാം അതിൻ്റെ എല്ലാം അതും എടുത്ത് വെച്ചു. എല്ലാം എടുത്ത് വെച്ചു. പക്ഷെ ഒരു കാര്യവും നടന്നില്ല. ഇന്ന് രാവിലെയാണ് ഞാൻ പോട്ടെല്ലാം പെയിൻറ്റ് ചെയ്തിട്ടാ. പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. സ്ഥിരം ഇതൊക്കെ തന്നെയല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. ഇതെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ 3 പേരും കൂടിയാണ് പോയത്. വിനോട്ടനും അപ്പോഴത്തേ കടയിൽ നിന്ന് വന്നു. പിന്നെ ഞാനും ചേച്ചിയും വിനോട്ടനും കൂടിയാണ് അമ്പലത്തിലോട്ട് ഉണ്ണാനായിട്ട് പോയത് കേട്ടോ. അപ്പോൾ ഇത് പൊട്ടിന് അടിക്കാനുള്ള എല്ലാം ഉണ്ട്. പെയിൻറ്റുകളെല്ലാം ഉണ്ട്. പിന്നെ മതിലടിക്കാനുള്ള പെയിൻറ്റും എടുത്ത് വെച്ചപ്പോൾ അച്ചു എന്നോട് പറഞ്ഞു വൈകുന്നേരം വന്ന് അവന് ഹെൽപ്പ് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ ഒന്നും നടന്നില്ല. വിനോട്ടിന് പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും പനിയുമായി. അത് കാരണം വിനോട്ടിന് കടയിൽ പോകാൻ പറ്റിയില്ല. അന്നേരം പിന്നെ അച്ചുവാണ് പിന്നെ പോയത്. അത് കാരണം പിന്നെ അവൻ്റെ ഹെൽപ്പും കൂടെ കിട്ടത്തില്ലെന്ന് അറിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും പിന്നെ വേണ്ടെന്ന് വെച്ചു. പിന്നെ അതുമല്ല ഭയങ്കര തിരക്കാണ്. രാവിലെ വൈകുന്നേരമൊക്കെ നല്ല തിരക്കാണ് ഇന്നലെ. അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് ചോറിനാനായിട്ട് പോയിരുന്നതാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.